ആലപ്പുഴ വീയപുരത്ത് കായലിനിരുവശങ്ങളിലുമായി നടക്കുന്ന പൈൽ ആൻഡ് സ്ലാബിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ആശങ്ക പ്രകടമാക്കി പ്രദേശവാസികൾ. വെള്ളപ്പൊക്കത്തെ തടയുവാൻ നടത്തുന്ന സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം കൃത്യമായ പഠനം നടത്താതെയാണ് എന്നുള്ള ആക്ഷേപം കൂടുതൽ ശക്തമാക്കുകയാണ്. അച്ചൻകോവിലാറും പമ്പയും സംഗമിക്കുന്ന വീയപുരം തുരുത്തിക്കടവ് മുതൽ തോട്ടപ്പള്ളി വരെയുള്ള കായലോരത്ത് നടക്കുന്ന പൈൽ ആൻഡ് സ്ലാബ് പ്രവർത്തനങ്ങളിലാണ് പ്രദേശവാസികൾ അപാകതകൾ ചൂണ്ടിക്കാട്ടുന്നത്. വെള്ളപ്പൊക്കം തടയുക എന്ന ലക്ഷ്യത്തോടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ പക്ഷേ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷ നേടാൻ കഴിയും വിധമല്ല നടക്കുന്നത് എന്ന ആക്ഷേപവും കൂടുതൽ ശക്തമാവുകയാണ്. കായലിന്റെ ആഴം കൂട്ടാതെ തീരത്ത് പൈലിംഗ് നടത്തി സ്ലാബ് സ്ഥാപിക്കുന്നത് ഒഴുക്കിന്റെ വേഗത കുറയ്ക്കുവാനും കാരണമാകും. ഈ പമ്പയും അച്ചൻകോവിലും കൂടെ സംഗമിക്കുന്ന വീയപുരത്ത് നിന്ന് ലീഡിംഗ് ചാനലോട്ട് പോകണമെങ്കിൽ ഏകദേശം 5 or 6 വളവ് തീർത്ത് വേണം പോകാൻ. ഒന്നാമത് പെരുമാങ്കര പാലം എന്ന് പറയുന്ന പാലം അച്ചൻകോവിലിന് കുറുകെ പമ്പയുടെ കുറുകെ നിൽക്കുന്ന ഒരു പാലമാണ്. ആ പാലത്തിൻ്റെ കാലുകളിൽ തന്നെ വേസ്റ്റ് അടിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ശക്തമായ വെള്ളം അങ്ങോട്ട് ചെന്നാലേ ഒഴുകി പോകാനുള്ള സംവിധാനം ഉണ്ടാകും. കയ്യേറ്റങ്ങൾ ഒഴിവാക്കാതെ പണിഞ്ഞാൽ, പഴയ ആവാസ വ്യവസ്ഥ പമ്പയ്ക്ക് കൈവരിക്കാതെ വന്നാൽ ഈ ഉദ്ദേശിച്ച പാലം കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കൂടാതെ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളെ ഒരു ഉപജീവനമായ ഉൾനാടൻ മത്സ്യങ്ങൾ പ്രജനന സ്ഥലമായിരുന്നു കാരിച്ചാൽ, വീയപുരം, മാതിരമ്പള്ളി ഭാഗങ്ങളെല്ലാം. ഈ കാടും പരുത്തികളൊക്കെ വെട്ടിമാറ്റുമ്പോൾ അതിനുള്ള ദൂഷ്യഫലങ്ങളുണ്ട്. അതിൻ്റെയും കൂടെ ഒരു പഠന വിഷയമാക്കണമായിരുന്നു. അതിർത്തി തിരിച്ച് കായലിന്റെ വീതി കൂട്ടാതെ സ്ലാബ് സ്ഥാപിക്കുന്നതോടെ ഏക്കർ കണക്കിന് സ്ഥലമാണ് നഷ്ടമാകുന്നത്. ഇത് സ്വകാര്യ വ്യക്തികളെ സഹായിക്കാനാണ് എന്ന തരത്തിലുള്ള ആക്ഷേപവും ഉയരുന്നുണ്ട്. കൃത്യമായ പഠനം നടത്താതെയുള്ള നിർമ്മാണം ചെറുതന, വീയപുരം, കാരിച്ചാൽ പ്രദേശങ്ങളിൽ മീനുകളുടെ പ്രജനനത്തെയും സാരമായി ബാധിക്കുമെന്നതിനാൽ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതവും ദുരിതത്തിലാകും. പ്രകൃതിക്ഷോഭങ്ങളെ മുന്നിൽ കണ്ട് നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ദൂരവ്യാപകമായ ദുരന്തങ്ങൾക്ക് വഴിതെളിക്കുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. ആലപ്പുഴയിൽ നിന്നും വിനോദ് കരുവാറ്റയ്ക്കൊപ്പം അജയ് നാഥ്, അമൃത ന്യൂസ്.